ഒരു ചോദ്യം ചോദിച്ചു, ബിഗ് ബോസിൽ പോയതാണോ അഖിൽമാരാരുടെ യോഗ്യത എന്ന്. ചോദ്യത്തിന് മറുപടിയായിട്ട് ഞാൻ പറയുന്നു, എന്താണ് പിഷാരടിയുടെ യോഗ്യത? അതായത് എന്റെ യോഗ്യത ചോദിക്കുന്ന ഒരാൾക്ക് ഇന്നൊരാളുടെ യോഗ്യത പറഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് എന്റെ യോഗ്യത പറയാം. അപ്പം അതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് പിഷാരടി ഇത് ഞാൻ എന്താണ് ഇപ്പൊ വിഷ്ണുവിന്റെ പോലെ തന്നെ ഞാൻ പറഞ്ഞ എന്താന്ന് കേൾക്കാതെ അദ്ദേഹം വളരെ പുച്ഛത്തോടു കൂടി അതിനെ തള്ളിക്കളയുന്നു. അപ്പം ഒരു വ്യക്തിയോട് തന്നെ പുച്ഛം കാണിച്ചത് രമേശ് പിഷാരടിയാണ്. അപ്പൊ ഞാൻ ആ പുച്ഛത്തിന് കൊടുത്ത മറുപടിയാണ്. മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് വീട്ടിൽ പോയി ചോദിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം പുച്ഛിച്ചിട്ടില്ല, അദ്ദേഹം അവഗണിക്കുകയാണ് ചെയ്തത്. അത് രണ്ടും അവഗണിക്കാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് അവഗണിക്കാൻ പ്രതികരിക്കാൻ പാടില്ല എന്ന് പറയാൻ നിലപാടല്ലേ? വ്യത്യാസമുണ്ട്. പുച്ഛവും അവഗണനയും രണ്ടല്ലേ? വ്യത്യാസമുണ്ട്. അദ്ദേഹം അവിടെ നേരിടുന്നത് NDA എന്ന് പറയുന്ന ശക്തമായ ഒരു മുന്നണിയാണ് പാലക്കാട് നേരിടുന്നത്. ആ മുന്നണിയിൽ മത്സരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ കുറിച്ചിട്ട് വ്യക്തിപരമായി പറഞ്ഞ ആക്ഷേപമല്ല. പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകരോടുള്ള എന്റെ ചോദ്യം മാത്രമായിരുന്നു അത്. ഞാൻ ഇപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് ഞാൻ ആശംസ ഇട്ടു എന്ന് പറഞ്ഞ് എനിക്കെതിരെ ട്രോളും കൊണ്ട് നടക്കുന്നുണ്ട്. ഇത്രയും വിവരവും ബോധമില്ലാത്ത മനുഷ്യർ ഈ ലോകത്തുണ്ടോ എന്നാണ് ഞാൻ ആ ട്രോള് കണ്ടപ്പോൾ തന്നെ ഞാൻ ആദ്യം ചിന്തിച്ചത്. കാരണം അതൊരു ആശംസയായിരുന്നു. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി മാറിയാൽ ആ വേദിയിൽ ഒരു അതിഥിയായി പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് അദ്ദേഹത്തെ എനിക്ക് കഴിയട്ടെ, ഭാഗ്യം ഉണ്ടാവട്ടെ, അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും. ഇനി രണ്ടാമത്തെ വരി എഴുതിയേക്കുന്നത് അർഹതപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ കണ്ടെത്തി സീറ്റ് കൊടുക്കുക, അല്ലാതെ എനിക്ക് സീറ്റ് തരണമെന്നല്ല എഴുതിയേക്കുന്നത്. ഇത് രണ്ടുമാണ് അതിനകത്ത്. അത് എന്ത് അടിസ്ഥാനത്തിലാണ്, എന്തിനാണ് അത് ട്രോളായെന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് നമ്മുടെ അതുപോലെ ഒരു വരി കൊണ്ടോ വാക്കുകൊണ്ടോ ഞാൻ പിഷാരടി എന്ന് പറയുന്ന വ്യക്തി ആക്ഷേപിച്ചിട്ടേ ഇല്ല. എന്നോട് യോഗ്യത ചോദിച്ച ഒരുത്തനോട് തിരിച്ച് സിനിമയിൽ നിന്ന് വന്ന ഇന്ന ആളുടെ യോഗ്യത എന്താണ് എന്നുള്ളൊരു മറുചോദ്യമായിരുന്നു അത്.